ഹായ് എവരിവൺ, ഞാൻ ഗ്ലാബി ഷാരോൺ. കുഞ്ചാക്കോവിനെയും ജ്യോതിർമയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി അമൽനീർ ഒരുക്കിയ ചിത്രമാണ് ബോഗൻവില്ല. തിയേറ്ററിൽ നല്ല ഹിറ്റായ സിനിമയാണ്. ചിത്രം ഇപ്പോൾ OTT റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തിൽ തന്നെ ഏറ്റവും പോസിറ്റീവായിട്ട് ഇപ്പോൾ ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ പടത്തിലെ നായകനായും വില്ലനായുമുള്ള കുഞ്ചാക്കോവിന്റെ പെർഫോമൻസ് ആണ്. ഈ ഒരു പടത്തിന്റെ ആദ്യ പകുതി കാണുമ്പോഴേക്കും നമുക്ക് കുഞ്ചാക്കോവിനെ അവതരിപ്പിച്ച ഡോക്ടർ റോയ്സ് എന്ന കഥാപാത്രത്തോട് ഒരു ദയയും സ്നേഹവും അനുകമ്പയൊക്കെ തോന്നിപ്പോകും. കാരണം ഓർമ്മ നഷ്ടപ്പെട്ടു പോയി തന്റെ ഭാര്യയെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ഭർത്താവിനെ കാണുമ്പോൾ ആർക്കായാലും തോന്നിപ്പോകും ഇതുപോലൊരു ഭർത്താവിനെ കിട്ടാൻ പുണ്യം ചെയ്യണം എന്നൊക്കെ. അവിടെ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇയാൾ ഇത്ര വൃത്തികെട്ടവനായിരുന്നോ, ഇത്രക്ക് ദുഷ്ടനായിരുന്നോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ റോയ്സ്. ഒരേ സമയം നായകനായി തുടങ്ങി വില്ലനായി മാറുന്ന, നന്മയുടെ പ്രതീകമായ ദൈവതുല്യനായ ഒരു മനുഷ്യരിൽ നിന്നും ചെകുത്താനായി മാറുന്ന ഈ ഒരു കഥാപാത്രമായുള്ള കുഞ്ചാക്കോന്റെ പെർഫോമൻസ് പുള്ളിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ്. നമ്മൾ ഈ ഒരു ചിത്രം റീവാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം കാണുമ്പോൾ ഒരു പാവത്താനെ തോന്നുന്ന അതേ സന്ദർഭങ്ങളിൽ തന്നെ ആ ഒരു വില്ലന്റെ ഷെയ്ഡും പുള്ളിയുടെ ഉള്ളിലുണ്ട്. ഒരേ സമയം നന്മയുടെ പ്രതീകമായിട്ടുള്ള ആ ഒരു നായകനായും തോന്നണം, ഇതാ വില്ലൻ്റെതായിട്ടുള്ള അഭിനയവും ഓർത്തു വരുന്ന രീതിയിലുള്ള ഒരു അണ്ടർ പ്ലേക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടർ പുള്ളി വളരെ നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാർ ആക്സിഡന്റ് ആവുന്ന ഒരു സീനുണ്ട്. ഈ ഒരു സീൻ കാണുന്ന പ്രേക്ഷകന് ആദ്യം തോന്നണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷീണിതനായി കിടക്കുന്ന തന്റെ ഭാര്യയെ തോളിൽ കിടത്തിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി കാർ ഓടിച്ചു വരുന്ന ഒരു ഭർത്താവാണ്. എന്നാൽ പ്രേക്ഷകർക്ക് തോന്നി ഈ ഒരു കാഴ്ചയല്ല ഈ സിനിമയ്ക്കുള്ളത്. ഈ ഒരു ക്യാരക്ടറിനുള്ള ഷെയ്ഡ് അപരിചിതയായിട്ടുള്ള ഏതൊരു പെൺകുട്ടിക്ക് സെറ്റേഷൻ കൊടുത്ത് മയക്കി കിടത്തി അവൾ തട്ടിക്കൊണ്ടു പോകുമ്പോൾ തന്റെ സെക്ഷൽ ഫാന്റസികൾക്ക് വേണ്ടി അവളെ മൃഗീയമായി ടോർച്ചർ ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു വിക്ടിമിനെ കിട്ടിയ സന്തോഷത്തോടെ ക്രൂരതയോടെ ചിരിച്ചുകൊണ്ട് പോകുന്ന ഒരു സൈക്കോ ആണ് യഥാർത്ഥത്തിൽ ആ ഒരു ചിത്രത്തിന് പിന്നിൽ. അതേപോലെ മറ്റൊരു സീനിൽ വയ്യാത്ത തന്റെ ഭാര്യയെ കുളിപ്പിക്കുന്ന, അല്ലെങ്കിൽ കുളിച്ച് ഡബ്ബയിൽ വീണ് കഴിയുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ് തല തോർത്തി കൊടുക്കുന്ന ഒരു ഭർത്താവിനെയാണ്. ഈ ഒരു സീനിൽ നമ്മൾ ആദ്യം പ്രേക്ഷകർ കണ്ടതല്ല സത്യം. ഓർമ്മ നഷ്ടപ്പെട്ടു പോയ ആ മെമ്മറി റീകളക്ട് ചെയ്ത് വീണ്ടും ആ പഴയ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന നായിക കഥാപാത്രത്തെ വെള്ളത്തിൽ കൊണ്ടേ മുക്കി ആ ഒരു ഷോക്കിൽ നിന്നും വീണ്ടും ആ ഓർമ്മകളെല്ലാം ഇല്ലാതാക്കി പഴയ ഒരു സ്റ്റേജിലേക്ക് തിരിച്ചെത്തിക്കുന്ന സൈക്കോ ക്യാരക്ടറിന്റെ ചേഷ്ടകളായിരുന്നു അതെന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. ക്ലൈമാക്സ് എടുക്കുമ്പോൾ പുള്ളിയുടെ ഷെയ്ഡ് എന്താണെന്നുള്ളത് പൂർണ്ണമായി പ്രേക്ഷകർക്ക് മനസ്സിലാക്കിയതിന് ശേഷമുള്ള പുള്ളിയുടെ കുറെ സൈക്കോ മാനറിസങ്ങളും സൈക്കോ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ വൻ കിടുവായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മുടെ മലയാള സിനിമയിൽ തന്നെ അങ്ങനെ വളരെ അപൂർവമായിട്ട് ഇറങ്ങാറുള്ള ടൈപ്പ് സിനിമകളാണ് ഇത്തരം ആന്റി ഹീറോ സബ്ജക്റ്റുകൾ. അതായത് സിനിമയിൽ ഒരു പോസിറ്റീവ് സൈഡായിട്ട് അല്ലെങ്കിൽ ഒരു നന്മയുള്ള ഒരു കഥാപാത്രമായി മറ്റൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ പോലും വില്ലൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവും. ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തായിരിക്കും പടം മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ വില്ലനിലൂടെ കഥ പറഞ്ഞു പോകുന്ന സിനിമ. ഇപ്പൊ ഈ ഒരു ചിത്രത്തിൽ ഒരു പോസിറ്റീവ് സൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നന്മയുള്ള ഒരു വേഷത്തിൽ ഫഹദ് ഫാസിൽ ഉണ്ടെങ്കിൽ പോലും വില്ലനായി എത്തുന്ന കുഞ്ചാക്കോവൻ അവതരിപ്പിച്ച ഡോക്ടർ റോയ്സിലൂടെയാണ് ഈ കഥ മൊത്തം പോകുന്നത്. അപ്പൊ ഇതേപോലെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള മറ്റ് ആന്റി ഹീറോസിനെ പറ്റിയിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സഹനടൻ വേഷങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരുന്ന ജയനെ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് ഉയർത്തിയ ചിത്രമായിരുന്നു 1979 റിലീസായ ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരം. ഒരു വലിയ കോടീശ്വരന്റെ ബംഗ്ലാവിലെ കുതിരക്കാരനായി എത്തിയിട്ട് അവിടുത്തെ കോടീശ്വരന്റെ തന്നെ മകളെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ആ ഒരു ബംഗ്ലാവിന്റെ തന്നെ മുതലാളിയായി മാറുന്ന ചന്ദ്രശേഖരന്റെ കഥ പറഞ്ഞ ഈ ഒരു ചിത്രത്തിലെ ആന്റി ഹീറോ വേഷത്തിലാണ് ജയൻ എത്തിയത്. ഒരു പോസിറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു നന്മയുള്ള നായകൻ റോളിൽ സത്താറാണ് എത്തിയത്. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തി ഐവി ശശി ഡയറക്ട് ചെയ്ത് 1984 റിലീസായ ഉയരങ്ങളിൽ കട്ട വില്ലനിസം കൊണ്ട് നമുക്കൊരു ഇഷ്ടവും അതോടൊപ്പം ഒരു ആരാധനയും തോന്നുന്ന ജയരാജൻ എന്നൊരു ആന്റി ഹീറോ വേഷത്തിലാണ് മോഹൻലാൽ ഈ പടത്തിലെത്തിയത്. ഈ ഒരു ചിത്രത്തിലെ പ്രധാന വേഷം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡിലുള്ള ക്യാരക്ടറായിട്ട് എത്തിയത് റഹ്മാനാണ്. ഒരു കമ്പനിയുടെ മാനേജറായിട്ടുള്ള ജയരാജൻ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില സാമ്പത്തിക തിരിമറികൾ നടത്തുന്നു. ഇത് അതിന്റെ മുതലാളി കൈയോടെ പിടിക്കുന്നതും പിന്നീട് അയാൾ കൊല്ലപ്പെടുന്നതും അതിനുശേഷം ഇതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ജയരാജൻ കളിക്കുന്ന വൃത്തികെട്ട കളികളൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രധാന കഥ. പിന്നീട് മലയാളത്തിൽ വന്നിട്ടുള്ള മറ്റൊരു ആന്റി ഹീറോ സബ്ജക്റ്റാണ് 1989 സുരേഷ് ഗോപിയെ പ്രധാന കഥാപാത്രമാക്കി വിജയ് തമ്പി ഒരുക്കിയ ന്യൂ ഇയർ. ഈ ഒരു പടത്തിലെ നായികയായിട്ട് എത്തിയത് ഉർവശിയാണ്. അതേപോലെ ചിത്രത്തിലെ ഒരു നന്മയുള്ള നായകൻ എന്നുള്ളൊരു ഇമേജിൽ എത്തിയത് ജയറാം. സുരേഷ് ഗോപിയുടെ തന്നെ കരിയറിലെ മികച്ചൊരു വില്ലൻ കഥാപാത്രമാണ് ഈ ന്യൂ ഇയറിലെ വിനോദ് മേനോൻ. പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് മലയാളത്തിൽ തന്നെ വന്നിട്ടുള്ള ഒരു മികച്ച ആന്റി ഹീറോ സബ്ജക്റ്റ് ആയിരുന്നു 2018 മുരളി ഗോപിയുടെ തിരക്കഥയിൽ രതീഷ് അമ്പാട്ട് ദിലീപിനെ നായകനാക്കി ഒരുക്കിയ കമ്മാര സംഭവം. കഥാപരമായി നോക്കുമ്പോൾ നന്മയുള്ള ഒരു നായകനായിട്ട് എത്തിയത് തമിഴ് താരം സിദ്ധാർത്ഥ് ആയിരുന്നെങ്കിൽ പോലും കട്ട വില്ലനിസം കൊണ്ട് സിദ്ധാർത്ഥിനെ സ്കോർ ചെയ്ത് പടം മൊത്തം ഷോൾഡർ ചെയ്തുകൊണ്ട് പോകുന്നത് ദിലീപിന്റെ പെർഫോമൻസ് ആയിരുന്നു. ദിലീപിന്റെ തന്നെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു പ്രകടനമാണ് ഈ ഒരു ചിത്രത്തിലെ കമ്മാരനായി പുള്ളി കാഴ്ചവെച്ചത്. അത് കഴിഞ്ഞ് മലയാളത്തിൽ വന്നിട്ടുള്ള മറ്റൊരു ആന്റി ഹീറോ സബ്ജക്റ്റ് ആയിരുന്നു 2021 ദുൽഖർ സൽമാനെ നായകനാക്കി ഒരുക്കിയ കുറുപ്പ്. വലിയൊരു ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചാക്കോ എന്നൊരു പാവം മനുഷ്യനെ കരുവാക്കി സുകുമാരക്കുറുപ്പ് യഥാർത്ഥത്തിൽ നടത്തിയ ഒരു ക്രൈമിനെ ബേസ് ചെയ്തിട്ട് വന്ന സിനിമയായിരുന്നു ഈ കുറുപ്പ്. ഈ ഒരു ചിത്രത്തില് കുറുപ്പ് എന്ന ആന്റി ഹീറോ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വില്ലൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചത് ദുൽഖർ ആണെങ്കിൽ നന്മയുടെ സൈഡിലൂടെ പോകുന്ന പോസിറ്റീവ് ക്യാരക്ടർ ചെയ്തത് ഇന്ദ്രജിത്ത് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മലയാളത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആന്റി ഹീറോ സബ്ജക്റ്റുകൾ. വേറെ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഗ്ലാഡ്വിൻ.